പിന്നെ നല്ല മഞ്ഞുണ്ട്, കാട് കാണാത്തത്രയ്ക്ക് മഞ്ഞുണ്ട്. സാധാരണ മഴ പെയ്ത് കഴിയുമ്പോഴെങ്ങനെ മഞ്ഞ് വരാം കേട്ടോ. എനിക്ക് ഇന്നലെ ചെറിയൊരു മഴച്ചാറ്റലുണ്ടായിരുന്നു തോന്നുന്നു. വല്ലൂരിൻ്റെ മറ്റൊരു മഞ്ഞണിഞ്ഞ പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ഇന്ന് വളരെ വൈകിട്ടാണ് ശ്രീകുട്ടൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം നേരം വൈകി കിടന്ന കാരണം കൊണ്ട് തന്നെ ഞാൻ എണീക്കാനും വൈകി. എങ്കിലും തട്ടിക്കൂട്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവനെ സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ട്. അവൻ്റെ സ്കൂൾ കഴിഞ്ഞ തിങ്കളാഴ്ച തുറന്നതാണ് കേട്ടോ. ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ വ്ളോഗല്ലേ, അത് കാരണം കൊണ്ട് കുളിച്ചൊരുങ്ങി ഒരു വിളക്കൊക്കെ കത്തിച്ചിട്ടാവാം എന്ന് വിചാരിച്ചു. ഇന്നത്തെ ഒരു തുടക്കം തന്നെ. ശ്രീകുട്ടൻ സ്കൂളിൽ പോകുന്നേക്കാളും മുന്നേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ വൈകിന്ന്, അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ച പോലെ വിളക്ക് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വിളക്ക് കൊളുത്തി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്ക് ചെയ്യാനായിട്ട് ഒരുപാട് പരിപാടികളൊന്നുമില്ല, എങ്കിലും സാധാരണ നമ്മുടെ ഒരു ദിവസം എങ്ങനെ പോകണമെന്നില്ലേ, അതാണ് കേട്ടോ. ശ്രീകുട്ടൻ പോയി കഴിഞ്ഞാൽ തന്നെ എൻ്റെ ഒരുവിധം ഗഡുബഡ് പരിപാടികളും തിക്കും തിരക്കും ഒക്കെ കഴിയും. നമ്മുടെ ജനൽ തുറക്കുമ്പോൾ അവിടെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ഈ ലൈറ്റ് വയലറ്റ് കളറിലുള്ള ഒരു ലാവൻഡർ കളറിലുള്ള പൂക്കളുണ്ടല്ലോ, അതിങ്ങനെ നോക്കി പകലിങ്ങനെ കുറേ നേരം നിൽക്കാറുണ്ട്. നല്ല ഭംഗിയാ കാണാൻ. എന്നും എത്ര വൈകിയാലും വിളക്ക് വെച്ച് പോകുന്ന ഭാഗ്യനും ഇന്ന് വിളക്ക് വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ എനിക്ക് വേണ്ടി ആരോ കരുതി വെച്ച പോലെ തോന്നി ആ വിളക്ക് അവിടെ അങ്ങനെ. ഞാൻ പൊതുവെ വിളക്ക് എത്തിക്കാറൊന്നുമില്ല കേട്ടോ. കുളി കഴിഞ്ഞിട്ടാണ് നമ്മൾ പൂജാ റൂമിൽ കയറാറുള്ളത്. അത് കാരണം കൊണ്ടാവും ഞാൻ വിളക്ക് വെക്കാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും ഭാഗ്യന് ഇത് ചെയ്യുന്ന കാരണം കൊണ്ട് ഈ പരിപാടിക്ക് ഞാൻ മുതിരാറില്ല. ദൈവവിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ. ഈ പ്രതിമകളിലും ബിംബങ്ങളിലും വിളക്കിലും പൂജയിലും വെള്ളത്തിലും ഒക്കെയുള്ള ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് പോയി ഒരു സൂപ്പർ നാച്ചുറൽ പവറിലാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. പ്രകൃതിയും നമ്മളിൽ ഉള്ളിലുള്ള നമ്മുടെ ആ ഒരു പവറും ഒക്കെയാണ് ദൈവം എന്നൊക്കെയുള്ള ഒരു ചിന്തയുണ്ടല്ലോ, അവിടേക്ക് അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ദൈവവിശ്വാസത്തിന് കുറവൊന്നുമില്ല, എങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചു പോകാറുണ്ട്. എങ്കിലും കുറച്ച് കൺസെപ്റ്റുകളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കോൺസെപ്റ്റുകളൊക്കെ അങ്ങോട്ട് മാറിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു 2025 അവലോകനം ചെയ്യുന്നതിനിടയിൽ ഈ പനീർ കറി വെക്കാമെന്ന് വിചാരിച്ചു. സമ്മിശ്രമായ വികാരങ്ങളിലൂടെ കടന്നുപോയൊരു വർഷമായിരുന്നു. കുറേ പേരുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മായ്ക്കപ്പെട്ടു, കുറേ എഴുതി ചേർക്കപ്പെട്ടു, കുറേ പേരുകൾ നമ്മൾ മനഃപൂർവ്വം മായ്ച്ചു, കുറേയൊക്കെ ഇങ്ങനെ വന്നു കയറി. എങ്കിലും ഒരുപാട് നല്ല തീരുമാനങ്ങളും പുതിയത് എന്തൊക്കെയോ പഠിക്കാനും പറ്റിയിട്ടുള്ള ഒരു വർഷമായിരുന്നു കേട്ടോ. നിങ്ങളുടെ 2025 എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്തോളൂ. 2025 പുതിയ റെസൊല്യൂഷൻസും കാര്യങ്ങളും ഒന്നുമില്ല, എങ്കിലും കുറച്ച് മോഡിഫിക്കേഷൻസ് ശീലങ്ങളിൽ വരുത്തണം, നല്ല നല്ല കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ വർഷവും കഴിയും തോറും നമ്മളിങ്ങനെ മരണത്തിലേക്ക് അടുക്കല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ, പണ്ടൊക്കെ ഭയങ്കര ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പ്രായം വരുത്തുന്ന മാറ്റങ്ങളായിരിക്കും നമ്മളിൽ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പനീറാണ് കറി വയ്ക്കാൻ പോണത് കേട്ടോ. കാലത്ത് ചപ്പാത്തിയും പനീറാക്കാമെന്ന് വിചാരിച്ചു. ശ്രീകുട്ടൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ ചോറും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് എന്തെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും തലേദിവസം തന്നെ. അപ്പം ഞാനത് ശടപടേന്ന് ആക്കി കൊടുത്തു. കയ്യിലിരുന്ന് പിടയുന്ന സർപ്പത്തിനെ ആ വൃത്തത്തിന്റെ നടുവിൽ കൊണ്ടിട്ടു. അതോടെ അതിന്റെ ചീറ്റലും പിടച്ചിലും നിന്നു. ഇപ്പോൾ തികച്ചും ശാന്തം. കേട്ടുകൊണ്ടിരിക്കുന്നതേ ആൽക്കിമിസ്റ്റ് ആണ് കേട്ടോ. 2026 തുടക്കത്തിൽ തന്നെ വലിയൊരു ട്വിസ്റ്റായിട്ടാണ് ആ ഒരു പുസ്തകം എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയതെന്ന് വേണമെങ്കിൽ പറയാം. എന്തുമാത്രം അർത്ഥവത്തായ ഒരു ബുക്കാണല്ലേ. ഓരോ വാക്കും മോട്ടിവേഷൻസും, ഓരോ വാക്കുകളും ജീവിതത്തിലേക്കുള്ള തിരിച്ചറിവുകളും, നമ്മൾ നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്യുന്ന പോയിന്റുകളൊക്കെയാണ് അതിലത്തെ ഓരോ എഴുത്തുകൾ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പനീർ ഞാൻ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത് വേറെ വേറെ ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗരം മസാലയും മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ എല്ലാം പൊട്ടിക്കാൻ പോകാനായിട്ട് നല്ല ഇരുട്ടപ്പുറത്ത്, അത് കാരണം കൊണ്ട് ഞാൻ ആവശ്യത്തേക്ക് തിരിഞ്ഞേക്കില്ല. മാത്രമല്ല നല്ല മഞ്ഞുണ്ട്, മൂക്കോട് മൂക്ക് മുട്ടിയെ കാണാത്ത മഞ്ഞ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് മല്ലിയിലിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു ഇലക്ട്രിക് ചോപ്പറിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. കറക്കി എടുത്താൽ മതി, അപ്പോൾ തന്നെ ശരിയാവും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പൊടികളൊന്നും ഇടില്ല. ഈ പനീറിൻ്റെ ടേസ്റ്റ് എപ്പോഴും മുന്തി നിൽക്കേണ്ട കാരണം കൊണ്ട് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, കാശ്മീരി ചില്ലി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, ടൊമാറ്റോയുടെ ആ ഒരു പ്യൂരിയും കുറച്ച് സോയും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും കേട്ടോ, കാരണം എനിക്ക് ഇത്തിരി ഗ്രേവി വേണം എന്നുള്ള കാരണം കൊണ്ടേ. എന്നിട്ട് നമ്മൾ തക്കാളിയും അതേപോലെ തന്നെ നാളികേരം ഉണ്ടല്ലോ, ഒരു പിടി നാളികേരം എടുത്താൽ മതി. അത് നന്നായിട്ട് വെണ്ണ പോലെ അരയ്ക്കും, എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. നന്നായിട്ട് നല്ലൊരു ക്രീമി ആയിട്ടുള്ള നമ്മുടെ പനീർ കറി കിട്ടും കേട്ടോ. ഈ ഒരു ഗനര ബോട്ടിലിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയണേടാ. അപ്പോൾ നമുക്ക് കുറച്ച് വേണമെന്നുണ്ടെങ്കിലും കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാവുന്ന രീതിയിലാണ് കേട്ടോ.
കയ്യിലൊന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫ്ലേവർ ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്കതൊരു 10-20 മിനിറ്റ് ഇരിക്കുമല്ലോ, അപ്പോഴേക്കും എന്തായാലും ഫ്ലേവറൊക്കെ ഇറങ്ങിക്കോളും. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു പനീറും കൂടെ ഇട്ട് ഒന്ന് അടച്ച് വെച്ച് ആ ഗ്രേവി ഒന്ന് കട്ടയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പനീർ കറി റെഡി. ഞാൻ ഏറ്റവും എളുപ്പത്തിലാണ് കേട്ടോ പനീർ കറി ഉണ്ടാക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ കൺവീനിയൻ്റ് അനുസരിച്ചും എൻ്റെ റെസിപ്പികളിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. എനിക്കെപ്പോഴും ഞാൻ എന്നുള്ള രീതിയിൽ കുറച്ച് എളുപ്പപ്പണി ചെയ്യുന്നതാണ് ഇഷ്ടം. പിന്നെ നമ്മൾ കോവക്കായ ഇല്ലാത്ത ഈ കോവക്കായ കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഒരാളെ എനിക്ക് പുള്ളിക്കാരി ഓർമ്മ വരുന്നേ. അപ്പോൾ നമുക്ക് എന്തായാലും കോവക്കായ ഒന്ന് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. കുനുകുനാന്നല്ല, നീളനെയാണ് അരിഞ്ഞെടുക്കുന്നത്. നമ്മുടെ ഇവിടെ എപ്പോഴും നമ്മുടെ ഇടിച്ച മുളകിട്ടിട്ട് കുത്തി കാച്ചുന്ന പരിപാടിയാണ് കേട്ടോ. ഞാനിങ്ങനെ കുറേ നാളായിട്ട് നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ കാണുന്നതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഭയങ്കര തിരക്കുള്ള ഒരുപാട് ജോലികൾ ചെയ്യുന്ന വ്ളോഗുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ഹെവി ആയിട്ട് ജോലികളൊക്കെ ചെയ്യുന്ന നിങ്ങൾ അങ്ങനെയാണ് എൻ്റെ കൂടെ കൂടിയത്. പക്ഷെ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് റിലാക്സ് ആയിട്ടല്ല ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നമുക്ക് വേണ്ടിയും കൂടെ ജീവിക്കാൻ പഠിക്കണു എന്നുള്ളതിൻ്റെ ഒരു മാറ്റം കൂടിയാണ് കേട്ടോ അത്. എപ്പോഴും നമ്മളിങ്ങനെ ബിസി ആയിട്ടിരിക്കുമ്പോൾ ഭയങ്കര സ്പീഡിൽ ലൈഫ് പോകുന്ന പോലെയും നമ്മളെ തന്നെ ആസ്വദിക്കാൻ മറക്കണ പോലെയൊക്കെ ഒന്ന് തോന്നും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്ലോ ആയെന്ന് തോന്നുമ്പോൾ വീണ്ടും നമ്മൾ ഇൻറ്റുയിറ്റ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പുതിയ പാത്രത്തിൽ ആ ഒരു സ്റ്റിക്കർ പൊളിച്ച് കളഞ്ഞതുണ്ടോ, ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് പൊളിഞ്ഞു പോരും കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ നമ്മൾ ഇടിച്ച മുളക് ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ വേവിക്കാനുള്ള നമ്മുടെ ഈ കോവക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉപ്പേരി റെഡിയാവും. ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടെ ഉപ്പേരി വയ്ക്കാറുള്ളത്. ഈ ഒരു ഉപ്പേരിക്ക് എന്ന് പറയുമ്പോൾ മെഴുക്ക് വരട്ടി എന്ന് പറയില്ലേ നിങ്ങളുടെ നാട്ടിൽ, നമ്മൾ ഇങ്ങനെയാണ് ഉപ്പേരി വയ്ക്കുക. നമുക്ക് ഉപ്പേരി തോരനൊന്നുമില്ല, എല്ലാത്തിനും കൂടി ഒരൊറ്റ പേരുള്ള ഉപ്പേരിന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കറി റെഡിയായി. ഇതെനിക്ക് ഇന്നൊക്കെ മാത്രമല്ല കേട്ടോ, നാളേക്കും കൂടി ഉള്ളതാണ്. ഒരു മീൽ പ്രപ്പ് എന്നുള്ള രീതിയിൽ 3 ദിവസത്തേക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ കറി വെച്ച് വെക്കുക നമ്മൾ. കാറ്റിന്റെ കൗതുകം ഉണർന്നു. ഇങ്ങനെ ഒരു അനുഭവം ഇത് ആദ്യമായിട്ടാണ്. അവൻ സൂചിപ്പിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കണമെന്ന് അതിന് ഇന്നലെ വൈകുന്നേരം ഇക്ക വന്നപ്പോൾ തന്ന മീനാണ് കേട്ടോ ഇബ്രാഹിം കുട്ടിക്ക. അപ്പോൾ ഞാൻ 300 രൂപയാണെന്ന് തോന്നുന്നു, വലിയ അയില. അപ്പോൾ അതിലൊന്ന് നന്നാക്കി എടുത്തിട്ട് വരാം. നമുക്ക് അതും അതുപോലെ വറക്കലും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു 2-3 ദിവസത്തേക്ക് ഇതങ്ങോട്ട് സെറ്റായി പൊക്കോളും. പിന്നെ കാലത്ത് പുട്ട് അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു സംഭവങ്ങൾ മാത്രം, മെയിൻ കോഴ്സ് മാത്രം മാറ്റി പിടിക്കുന്നേ ഉള്ളൂ. കറികളൊക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം. ഇതിലിപ്പോൾ എക്സ്ട്രാ ആയിട്ട് ഒന്നും ചേർത്തിട്ടില്ല, കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി മാത്രം ചേർത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറക്കാൻ വെക്കുക. പിന്നെ മീൻ വറ്റിക്കുന്ന രീതിയാണ് ഇതിൽ പ്രത്യേകിച്ച്. നമ്മൾ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും, കറികളിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും. പക്ഷേ നമ്മളത് വലിയ കാര്യമായിട്ട് എടുക്കാണ്ടാവുമ്പോൾ ബ്ലെൻഡ് ചെയ്ത് അങ്ങോട്ട് പോകുന്നു മാത്രം. ഇന്നതുപോലെ തന്നെ കൂട്ടാനിൽ നമ്മൾ അരപ്പാക്കിയപ്പോൾ നാളികേരം പേര കൂട്ടി നമ്മളൊന്ന് അരച്ചായിരുന്നു. പക്ഷേ അത് വലിയ മാറ്റം കറിയിൽ വന്നു എന്നുണ്ടെങ്കിലും നമ്മളതിനെ കാര്യമായി എടുക്കാത്ത കാരണം കൊണ്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയല്ലേ ജീവിതത്തിലത്തെ കാര്യങ്ങളും. നിസാരം എന്ന് കരുതി നമ്മൾ തള്ളിക്കളയുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോയ വലിയ സംഭവങ്ങളായിട്ട് ജീവിതത്തേക്ക് തിരിച്ചിങ്ങോട്ട് വരും. അപ്പം നമുക്ക് എന്തായാലും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ മഞ്ഞപ്പൊടിയും കാശ്മീരി ചില്ലിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് തക്കാളിയും കുറച്ച് തേങ്ങയും കൂടെ ഒരുമിച്ച് അരയ്ക്കാം. എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുടംപുളി ഇട്ട് കൊടുത്ത് മീനും ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ആ മീൻ വേവുന്ന വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡി ആയിട്ടോ. അരച്ച് വെച്ച കറിയാണെന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ മുളകിട്ട് വെച്ച കറിയാണെന്ന് ചോദിച്ചാൽ ആണ് എന്നുള്ളൊരു ഉത്തരമാണ് ഇതിന് കിട്ടുക. എന്തായാലും നല്ല കരിമ്പ് പോലത്തെ അയിലയായ കാരണം കൊണ്ട് നല്ല ഫ്രഷ് ആയിട്ട് കിടക്കണ്ടായിരുന്നു കഷ്ണങ്ങളൊക്കെ കണ്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് നമുക്ക് അടുക്കള വശത്തേക്ക് ചിന്തിക്കേ വേണ്ട. എപ്പോഴെങ്കിലും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത് ഈ അടുക്കളയിൽ നിന്ന് കുറച്ച് നേരം മാറി നിൽക്കുമ്പോഴാണ്. അടുക്കളയിൽ മാത്രം ജീവിതം ഒതുങ്ങി പോവാതെ കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യാനും അല്ലെങ്കിൽ നമുക്കുള്ള ഹോബികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും സമയം കണ്ടെത്തിക്കൊണ്ട് ഒരു 2026 നിങ്ങൾക്ക് തുടക്കടാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. നാളെ നീളെന്ന് കേട്ടിട്ടില്ലേ, അങ്ങനെ നീളേക്ക് വെക്കാണ്ട്. ഇതിപ്പോൾ എൻ്റെ ചേച്ചിമാരായിരിക്കും കൂടുതലും കാണുന്നുണ്ടാവുക. എനിക്ക് 75% ഒരു 30 വയസ്സ് തൊട്ട് മുകളിലേക്കുള്ള ചേച്ചിമാരാണ് വ്യൂവേഴ്സ് ഉള്ളത്. അത് കാരണമാണ് ഞാൻ ചേച്ചിമാരെ ഊന്നി പറയുന്നത്. എപ്പോഴും നമ്മളിങ്ങനെ മിക്കത് യൂട്യൂബൊക്കെ കാരണം കൊണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരൊക്കെ ആയിരിക്കും കാണുന്നുണ്ടാവുക. അപ്പം ഇങ്ങനെ ജോലി, വീട്, കുട്ടികൾ, ഭർത്താവ് എന്നൊക്കെ ചിന്തിച്ച് നമ്മളുടെ ആ ഒരു സമയം നമ്മൾ കുറച്ചെങ്കിലും പരിഗണിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ലൈഫ് മുന്നോട്ട് പോവും, നമ്മൾക്ക് ആരോഗ്യം ഇല്ലാണ്ടാവും, പിന്നെ നമ്മുടെ മനസ്സിന് ഇതൊന്നും ഇഷ്ടമില്ലാണ്ടാവും. അപ്പോൾ എന്താ പറയുക, ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ ഫൈൻഡ് ടൈം ഫോർ അസ് ഓൾസോ.
അപ്പോൾ നമുക്ക് നേരം വെളുത്ത് വന്ന് മഞ്ഞൊക്കെ മാറിയപ്പോൾ ഞാനൊരു ചപ്പാത്തി ഉണ്ടാക്കി. എനിക്കൊരൊറ്റ ചപ്പാത്തി മതി. പനീർ കറി ഉണ്ടായിരുന്നു, പിന്നെ 2 മുട്ട. അതിലൊരു മുട്ട പൊട്ടിപ്പോയായിരുന്നു, അതിൻ്റെ ഉണ്ണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് ഞാൻ ചോറല്ലടാ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ ജിമ്മിന് പോയിട്ട് വന്നു കേട്ടോ. ഞാൻ 7 മണിയാകുമ്പോൾ ജിമ്മിന് പോകും. 2025 നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പോലെ തന്നെ ജീവിതമല്ലേ, ഇങ്ങനെ പോയില്ലല്ലോ, ഇങ്ങനെയല്ലേ പോവുള്ളൂ. അതായിരുന്നു മാറ്റാനായിട്ട് പൊട്ടശീലങ്ങളൊന്നുമില്ല. അത് കാരണം കൊണ്ട് നോ മാറ്റം. ഇമ്പ്രൂവ് ആവാനായിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചറിവുകൾ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. റെസൊല്യൂഷൻസ് അല്ല, ജസ്റ്റ് ഇംപ്രൂവ്മെന്റ്സ്. ട്രൈ ടു ഇംപ്രൂവ്, അത്രേ ഉള്ളൂ. ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുക. ഹെൽത്തി ഇൻ ദ സെൻസ് ഓഫ് നീറ്റ്, ക്ലീൻ ആയിട്ട് ഭക്ഷണം കഴിക്കുക, വർക്കൗട്ട് ചെയ്യുക, നമ്മൾ ആവശ്യമുള്ളിടത്ത് മാത്രം നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കഴിച്ചിട്ട് തരാം കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ 2025 സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിരിച്ചറിവാണ്. നമുക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു തിരിച്ചറിവാണ് ഏറ്റവും വലുതായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ സാധാരണ പോലെ ഒരു വർഷം പോലെ അങ്ങോട്ട് കടന്നുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ലൈഫ് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുമല്ലോ. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വായിക്കൽ, സ്റ്റോറി ടെല്ലും അതുപോലെ തന്നെ കുക്കു FM-ലൊക്കെ മാത്രം ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാളായിട്ട് അതൊരു മാറ്റി വെച്ച ശീലമാണ് ബുക്കുകൾ ടച്ച് ചെയ്ത് വായിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ബുക്കുകൾ കുറച്ചധികം നാളായി വാങ്ങിച്ച് വെച്ചിട്ട്, അപ്പോൾ അതിൽ ഞാൻ ഒരിക്കൽ വായിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ വിചാരിച്ചു എനിക്ക് എൻ്റെ ഈ ഒരു ഇടം ഒന്ന് വൃത്തിയാക്കണം എന്ന്. ഇത് നമ്മുടെ എഡിറ്റിംഗ് റൂമാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാട്ടിലോട്ട് നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ബേവൻ്റോമ ഇരുന്നിട്ട് കാട്ടിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ കിളികളുടെ ശബ്ദവും ആ മലയ്ക്കപ്പുറത്ത് എന്താണെന്ന് ചിന്തിച്ചിരിക്കാനുള്ള ഒരു അവസരമൊക്കെ ഈ ബേവൻ്റെ ഒരുക്കി തരാറുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വീട് പണിയുന്ന സമയത്ത് ഈ ബേവൻ്റെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഒരു സ്പേസ് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ വിൻഡോ മാത്രം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ അങ്ങനെ ഒരു സ്പേസ് ഇല്ല. എന്നാലും ഇതിൻ്റെ മുകളിൽ നമ്മൾക്ക് ഒരു കുഷ്യൻ പോലെ ഒരു സംഭവം, ഒരു സോഫ പോലെ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇന്ന് ഇടാൻ പോകുന്ന ബെഡ്ഷീറ്റും പിന്നെ നമുക്ക് കിച്ചണിലേക്ക് മേടിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസും ഒക്കെയാണ് കേട്ടോ. നമ്മുടെ അയണിങ് ടേബിളാണ് ഇവിടെ കിടന്നിരുന്നത്. അപ്പോൾ അതെന്തോ ഒരു അഭംഗി പോലെ, എനിക്ക് എപ്പോഴും വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഈ റൂമിലേക്ക് വരിക എന്നുള്ളൊരു ഫീല്, അയൺ ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ അതിനെ മാറ്റി കുറച്ചൊന്ന് ഒരു പോസിറ്റീവ് എനർജി വരത്തക്ക രീതിയിൽ ഒരു ആർട്ടിഫിഷ്യൽ ബാംബു പ്ലാന്റ് വെച്ചിട്ടുണ്ട് അവിടെ. അതിൻ്റെ സെറാമിക് പോട്ടും നമ്മൾ മണ്ണൂത്തിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഈ ഒരു കുഞ്ഞ് ടേബിളിലാണ് ഞാൻ നമ്മുടെ എഡിറ്റിംഗ് പരിപാടികൾക്ക് വേണ്ടിയിരിക്കുന്നത്. അവിടെ നമ്മുടെ മാക്കിൻ്റെ ആ ഒരു കമ്പ്യൂട്ടർ മാത്രമേ ഉള്ളൂ കേട്ടോ. പണ്ട് നമ്മുടെ വലിയ ഡെസ്ക്ടോപ്പ് ആയിരുന്ന സമയത്ത് കുറച്ചും കൂടി വലിയൊരു ഏരിയ ആയിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ആ മാക്ക് മാത്രം വെക്കുമ്പോൾ ഭയങ്കര മൈന്യൂട്ടായിട്ട് മിനിമലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നിങ്ങൾ ഷോർട്സ് കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അടുത്ത വായിക്കാൻ പോകുന്ന ബുക്ക് ആടുജീവിതമാണ്. ആടുജീവിതം ശ്രീധരെ വായിച്ചിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ട്രോമയാണ് അത് വായിക്കാൻ വേണ്ടിയിട്ട്. നമ്മളും ഈ പുറത്ത് പോയിട്ടൊക്കെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാരണം കൊണ്ട് എനിക്ക് ആടുജീവിതം വായിച്ച് ഞാൻ തുടങ്ങും, എന്നിട്ട് പകുതി എത്തുമ്പോൾ നിർത്തിയിട്ട് പോകും. പിന്നെ നമ്മുടെ ആ വെള്ള കബോർഡിൻ്റെ ലിങ്ക് കുറേ പേര് ചോദിച്ചായിരുന്നു. ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള, നമ്മുടെ റൂമിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു ബാഗ് എല്ലാം അങ്ങനെ അടക്കി ഒതുക്കി വെച്ച് നല്ല കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റൂം വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് ഒതുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിലൊന്ന് ഒതുക്കി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നിങ്ങൾ ഈ ഒരു വ്യൂ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും ചിലപ്പോൾ. അപ്പോൾ ഈ ഒരു പ്ലാനർ നമ്മുടെ വീക്കിലി പ്ലാനറാണ്. വീക്കിലി എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം, എന്തൊക്കെ ഉണ്ടാക്കണം എന്നതിൻ്റെ ഭാഗമായിട്ടുള്ളത് കേട്ടോ. ഈ ഒരു നമ്മുടെ ജൂട്ടിൻ്റെ ഈ ഡബ്ബയുടെ ഉള്ളിൽ നമ്മുടെ വെറ്റ് ടിഷ്യൂസ് ആണ്. അപ്പോൾ അതെങ്ങനെ ഇട്ട് വെറ്റ് ടിഷ്യൂസ് പുറത്ത് കാണണ്ടല്ലോ വെച്ചിട്ട് ഒരു ജൂട്ടിൻ്റെ ഡബ്ബ കൊടുത്തിട്ടുണ്ട്. ഈ ബോഡി വേസിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ തുന്നണ സൂചി തൊട്ട് കത്രിക, 3-4 തരത്തിലുള്ള ചീപ്പുകൾ, പെൻ, പിന്നെ ഐബ്രോ പെൻസില്, ഒരു കൺമഷി, പിന്നെ ലിപ്സ്റ്റിക്, ഇത്രയും സാധനങ്ങളുണ്ടാവും. അതായത് നമുക്ക് എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എനിക്കിത് എടുത്ത് പിടിച്ച് പോകാന്നുള്ള രീതിയിൽ. ആക്ച്വലി എടുത്ത് പിടിച്ച് പോകാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ. അതിൽ ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ
അവിടെ വേറെ ഒന്നുമില്ല, കുറച്ച് പിന്നിൻ്റെ ബോക്സും പിന്നെ ഈ ഒരു ജൂട്ടിൻ്റെ ബോക്സും മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നല്ലതാണ് കേട്ടോ, നമ്മുടെ കിച്ചണും നമ്മുടെ വീടൊക്കെ ഒരു ഓർഗനൈസ് ചെയ്ത് അല്ലെങ്കിൽ നല്ല എസ്തറ്റിക് ലുക്കൊക്കെ വരുത്തുന്ന രീതിയിൽ. എനിക്ക് എസ്തറ്റിക് വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓ നല്ല പണിയെടുത്തുണ്ടാവില്ലേ എന്ന്. പക്ഷേ ആ ഒരു ലുക്കിലേക്ക് ഒന്ന് വരുത്താൻ എന്നെ കൊണ്ട് കൂട്ടിയ കൂടില്ല, എനിക്ക് പറ്റൂല, സമയമില്ല, എനിക്ക് ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ഒരാളും ഇല്ല. ഈ വീട്ടിലത്തെ നമ്മളിങ്ങനെ പ്ലാവിൽ ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ അതുവരെ എടുക്കണമെങ്കിൽ എൻ്റെ കൈ എത്ര എന്ന് അറിയില്ലേ, ആ ഒരു അവസ്ഥയാണ്. ബാക്കിയുള്ളവരൊക്കെ തിരക്കിലായ കാരണം കൊണ്ടായിരിക്കും, പരാതി പറഞ്ഞതല്ല. എങ്കിലും നമ്മൾ തന്നെ ചെയ്ത് 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 മടുത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ആ ഒരു നമ്മൾ കടന്നു വന്നില്ലേ തുടക്കത്തിൽ, അത് ബാത്റൂമിൻ്റെ ഏരിയ ആണ് കേട്ടോ. പിന്നെ അവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, ഒരു വാക്കിംഗ് വാർഡ്രോബ് പോലൊരു സ്ഥലമുണ്ട്, പിന്നെ നോസ്പിന്നിൻ്റെ ഒരു പെട്ടി, അതാണ് എപ്പോഴും എടുക്കുന്നത്. സ്വർണ്ണമായിട്ട് വീട്ടിലുള്ളത് ആ നോസ്പിന്നിൻ്റെ ഒരു പെട്ടി മാത്രമായിരിക്കും കേട്ടോ. പിന്നെ ഈ എസെൻഷ്യൽ ഓയിൽസ് ഉണ്ടല്ലോ, ബോഡി ഓയിൽസ്, അതാണത്. അത് ഞാൻ ധാരാളം മേടിക്കും കേട്ടോ. എന്നെ നമ്മുടെ രാജലക്ഷ്മി ആൻ്റിയാണ് ഈ ബോഡി ഓയിൽസ് ഉപയോഗിക്കാൻ പഠിപ്പിച്ച ആൾ. ഇപ്പം ഞാൻ അതിനൊരു ഒബ്സസ്ഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ധാരാളം ലിപ്സ്റ്റിക്സ് ഉണ്ട്, പിന്നെ ഇതുപോലെ നെയിൽ പോളിഷുകളുണ്ട്. കഴിഞ്ഞ വ്ളോഗ് ഇട്ടപ്പോൾ ഷോർട്സ് ഇട്ടപ്പോൾ ആരോ പറയണ്ടായി ഇതൊക്കെ വേണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തുകൂടെയെന്ന്. ഇത് ഞാൻ വളരെ സ്നേഹത്തോടെ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാണ്. അത് നമ്മളെങ്ങനെ വേറെ ആർക്കെങ്കിലും കൊടുക്കുക? അത് ഞാനൊരു ബാധ്യതയായിട്ട് കൊണ്ടു നടക്കുന്നതല്ല, ഇഷ്ടത്തോടെ സൂക്ഷിക്കുന്നതാ. പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റ്, ഇത് ഞാൻ നമ്മുടെ ഡ്യൂറോഫ്ലെക്സിൻ്റെ പരസ്യം വന്നപ്പോൾ അതിലിട്ടിട്ടുണ്ടായിരുന്നു. ഡ്യൂറോഫ്ലെക്സിൻ്റെ മെത്തയാണോ ഇമയുടെ മെത്തയാണോ ശ്രീ നല്ലതെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ. എനിക്ക് ഇമയുടെ മെത്തയോട് കുറച്ച് സ്നേഹക്കൂടുതലുണ്ട്. കണ്ടോ, ഇരിക്കുമ്പോൾ അങ്ങോട്ട് താന്നു പോകുന്ന പോലെ. ചിലർ പറയുന്നുണ്ട് അതിനേക്കാളും നല്ലത് ഡ്യൂറോഫ്ലെക്സ് ആണെന്ന്. ഡ്യൂറോഫ്ലെക്സ് കുറച്ചും കൂടി കട്ടിയുണ്ട്, പറയുന്ന പോലെ തന്നെ കുറച്ചും കൂടി ഡ്യൂറബിൾ ആണ്. പക്ഷേ എനിക്ക് ഈ ഒരു ബെഡിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ബെഡും ഈ റൂമും സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കംഫർട്ടബിൾ പ്ലേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ഒരു ക്ലോക്ക്, എന്തായാലും സമയം തെറ്റി അല്ലെങ്കിൽ സമയം നോക്കാതെ അല്ലെങ്കിൽ സമയം അറിയാതെ നമ്മൾ കുറേ നേരം വൈകി എണീക്കുന്ന ദിവസങ്ങളുണ്ട്. അപ്പം അത് ഞാൻ നമ്മുടെ ആ ഒരു മിററിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഇടം. അടിപൊളിയായിട്ടില്ലേ? ഭയങ്കര മിനിമലായിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കും, പക്ഷെ എൻ്റെ ഉള്ളിലുള്ള ഓരോ കണികകൾ പോലും എനിക്ക് ഓരോ സമയത്തും ആവശ്യമുള്ളതാണ്. അത് കാരണം കൊണ്ടാണ് ഇത് ഞാൻ ആർക്കും കൊടുക്കാത്തതും ഇതുപോലെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതും. ഇതൊരു പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഒരുപാട് ജനലുകളുണ്ട് നമ്മുടെ വീടിന്. പിന്നെ നമ്മുടെ വാർഡ്രോബിൻ്റെ അവിടെ ഒരു ജനലുണ്ട്, 3 ജനൽ ഇവിടെ ഉണ്ട്. 1 2 3 4 5 6 7 8 പാളിയുണ്ട് ഈ ഒരു വീടിന്റെ ജനലിലേക്ക് തന്നെ. ഈ സൈഡിലും ഉണ്ട്, നമ്മുടെ ബാമ്പു പ്ലാന്റ് ഇരിക്കുന്നിടത്തുണ്ട്. അതുകൊണ്ട് എപ്പോഴും നല്ല വെളിച്ചം ഉണ്ടാവും. ഈ റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് പോവാം. കണ്ടില്ലേ, അവരുടെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉരുണ്ട് കിടക്കുന്നുണ്ടാവും. നമ്മൾ എത്ര പറഞ്ഞാലും അത് അങ്ങനെ തന്നെ ഇടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ പറച്ചിലങ്ങോട്ട് നിർത്തും. നമുക്ക് മടുക്കുന്ന രീതിയിലാകുമ്പോൾ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും, ഇല്ല വയ്യ എന്നുണ്ടെങ്കിൽ അവിടെ ഇടും എന്നുള്ള ഒരു അവസ്ഥയിൽ സാച്ചുറേറ്റഡ് ആവും നമ്മൾ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ഇന്ന് സാച്ചുറേറ്റഡ് ആയായിരുന്നു. അപ്പോൾ അവിടെ അങ്ങോട്ട് ഇട്ടു. പിന്നെ നമുക്കത് മാറ്റവും വേണമായിരുന്നല്ലോ. അപ്പം ഞാൻ പിന്നെ ആ റൂമിൽ പോകാനോ ബ്ലാങ്കറ്റ് മടക്കിയിടാനോ ഒന്നും നിന്നില്ല. അതൊക്കെ നമ്മൾ ശ്രീകുട്ടൻ ഓൾറെഡി വൈകിട്ടാണ് എണീറ്റത് കേട്ടോ, അല്ലെങ്കിൽ ശ്രീകുട്ടൻ മടക്കി ഇടാറുണ്ട്. അപ്പോൾ നമുക്കിതിന് ഒരു കവർ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ കവർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആമസോണിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും ഒക്കെ വളരെ വില കുറവിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു ബെഡ് കവറാണ്, ഒരു റെക്സിൻ്റെ പോലത്തെ കവറാണ്. ഇതിൻ്റെ അടിയിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. അത് കാരണം കൊണ്ട് വെള്ളം വീണാലും അത് ഉള്ളിലേക്ക് പോവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് എൻ്റെ ഫേവറേറ്റ് കളറായിട്ടുള്ള മഞ്ഞ ബെഡ്ഷീറ്റ് ഇതുമ്പോൾ വിരിക്കാമെന്ന് വിചാരിച്ചു. ഇതുമത്തെ തലോണകൾ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല, അതായത് തലോണ കവറുകൾ. തലോണ മീൻസ് പില്ലോ കേട്ടോ, നമ്മുടെ നാട്ടിൽ തലോണ എന്ന് പറയാം, തലക്കണ എന്നാ പറയുന്നത്. പില്ലോകളുടെ കവറുകൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റാറില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ പില്ലോകൾ ഭയങ്കര വലുപ്പമുള്ളതാണ്. വേക്ക് ഫിറ്റിൻ്റെയും എമ്മയുടെ ഒക്കെ ബെഡിൻ്റെ പില്ലോകളാണ് ഉള്ളത്. അത് കാരണം കൊണ്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റാറില്ല. എന്തായാലും മഞ്ഞ ബെഡ്ഷീറ്റ് ഇട്ടപ്പോൾ വേറൊരു ലുക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഷൂട്ടും അതുപോലെയുള്ള പരിപാടികളും ഒക്കെ ആകുമ്പോൾ സമയം ഒരുപാട് വൈകൂട്ടോ. അതുപോലെ തന്നെ ഇന്ന് സ്കേറ്റിംഗ് ക്ലാസ്സിനും നമ്മൾ ചാടിപ്പടഞ്ഞാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ വണ്ടി ഓടിപ്പിക്കാൻ പഠിച്ചു എന്നുള്ളത് 2025 ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എന്നെ പേടിയാന്നും പറഞ്ഞ് ഭാഗ്യം വണ്ടി ഓടിപ്പിക്കാനോ വണ്ടി കയ്യിൽ തരികയുണ്ടായിരുന്നില്ല. ഞാൻ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചാലോ വല്ല വണ്ടിയുടെ ഉള്ളിൽ കയറ്റിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഞാൻ ഇക്കൊല്ലം അങ്ങനെ വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടില്ല. ഈ പേടി എന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ ജീവിതം ഒരു 35 വയസ്സ് ഇനി കൂടി വന്നാൽ ഒരു 10-20 കൊല്ലം കൂടെ ജീവിക്കുമായിരിക്കും അല്ലേ. അതിൻ്റെ ഇടയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു ഉറപ്പിൽ ആരുടെയും വാക്കിന് വില വെക്കാതെ ഞാൻ മുന്നോട്ട് ഇറങ്ങിയ കാരണം കൊണ്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ വണ്ടി ഓടിപ്പിക്കാൻ പഠിച്ചത്. അതുപോലെ തന്നെ ഇന്ന് കാറൊന്ന് സെറ്റാക്കി എടുക്കണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. എന്നിട്ട് വേണം സോളോ ട്രിപ്പൊക്കെ പോകാമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ, യാത്രകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്രകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ഒരു യാത്രാ വൈബുള്ള ആൾക്കാർ കൂടില്ല എന്നുള്ളത് വേറെ. അമ്മയ്ക്കൊന്നും
ഭാഗ്യനൊന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതേ ഇഷ്ടമില്ലാത്ത ആൾക്കാരാ. ഇനിയിപ്പോൾ ശ്രീകുട്ടൻ വലുതാകുമ്പോൾ എങ്ങനെയാവുമെന്ന് അറിയില്ല. തോപ്പ് സ്റ്റേഡിയമാണ് കേട്ടോ അത്. തോപ്പ് സ്റ്റേഡിയം കണ്ടപ്പോൾ നൊസ്റ്റു അടിച്ച ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവിടെയാണ് സ്കേറ്റിംഗ് ക്ലാസ് ശ്രീകുട്ടന് ശനി ഞായറുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇട ദിവസങ്ങളും ഉണ്ടാവാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പതുക്കെ ഒരു ഓട്ടോയിൽ കുട്ടനല്ലൂർ വണ്ടി വയ്ക്കുകയാണ് ചെയ്യുക. കുട്ടനല്ലൂർക്ക് തിരിച്ചു വരും. അവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് പിന്നെ നമ്മുടെ പുത്തൂര് വഴി കൂടി മരോട്ടിച്ചാൽ വല്ലൂർക്ക് എത്തുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇവിടെയാണ് വണ്ടി വെക്കുന്ന സ്ഥലം, ഹൈലൈറ്റ് മാളിനോട് അടുത്ത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര ദൂരമാണ് കേട്ടോ. ഈ വൈകുന്നേരത്തെ യാത്ര ഭാഗ്യം പറയുന്നത് തന്നെ കുറച്ച് റിസ്ക് ആണ്. കാരണം നമ്മുടെ ഒരു കാനന പ്രദേശമാണ്. അവിടേക്ക് വണ്ടി കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ആരും ഉണ്ടാവില്ല. ഇതൊക്കെ പുത്തൂരാണ്. ചെറിയൊരു പേടി തോന്നുന്നുണ്ടല്ലേ? ഈ പേടി ഭാഗ്യനുണ്ടെന്ന് തോന്നുന്നു. അത് കാരണമാണ് നിർബന്ധിച്ച് എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ധൈര്യം സംഭരിച്ച് വണ്ടി ഓടിപ്പിക്കാൻ പഠിച്ചു. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് വല്ലൂരിൻ്റെ മണ്ണിലേക്കാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി നമ്മുടെ കാട് പ്രദേശമാണ് കേട്ടോ. 2 സൈഡും റബ്ബറും തോട്ടവും ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു ദിവസം ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞുപോയി. 2026 നമ്മൾ നമ്മളായിട്ട് ഇരിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.